അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്ക് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ മെയിൻ്റനൻസിൽ ആദ്യമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനാണ്. രണ്ട് തരത്തിൽ മെയിൻ്റനൻസ് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് റിയാക്റ്റീവ് മെയിൻ്റനൻസ്, രണ്ടാമത്തെ പ്രൊആക്റ്റീവ് മെയിൻ്റനൻസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ റിയാക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പണൻറ്റ് ഫെയിലിയർ ആയതിനു ശേഷം, അടിച്ചു പോയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ് റിയാക്റ്റീവ് മെയിൻ്റനൻസ്. പ്രൊആക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അടിച്ച് പോകും മുമ്പ് ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ്. അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പ്രിവെൻറ്റീവ് ഉണ്ട്, പ്രെഡിക്റ്റീവ് ഉണ്ട്. ഇതിൽ പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റെഗുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ സർവീസ് ചെയ്ത് പോവുകയാണ്, മെയിൻ്റനൻസ് ചെയ്ത് പോവുകയാണ്, ഷെഡ്യൂൾഡാണ്, റെഗുലർ പീരീഡിൽ ചെയ്ത് പോകും, അതിന് പ്രശ്നമൊന്നും പറ്റായിരിക്കും. പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ പീരീഡിൽ ചെയ്യുന്നതല്ല, ചുറ്റുമുള്ള കണ്ടീഷൻസൊക്കെ അസസ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് പോകാറായി എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ് ഇത് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. ഉദാഹരണത്തിന് ഒരു ടി വി ഉണ്ടെങ്കിൽ ടി വിയുടെ ഒരു ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്, അത് അടിച്ച് പോകാറായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. അതല്ല ടി വി ഫുള്ളായിട്ട് അടിച്ച് പോയിട്ടാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നതെങ്കിൽ അത് റിയാക്റ്റീവ് മെയിൻ്റനൻസ്. പക്ഷേ നമ്മൾ ഇതൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ലെങ്കിൽ ഓരോ 6 മാസം നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യാറുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ഈ ടോപ്പിക്കിൽ നിന്ന് നല്ലതായിട്ട് പ്രോബ്ലം ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ കുറച്ച് ടേംസൊക്കെ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെയാണ് ഈ അച്ചീവ്ഡ് അവൈലബിലിറ്റി നമുക്കറിയാം എന്താണ്, അപ്പ് ടൈം പ്ലസ് ഡൗൺ ടൈമാണ്. അപ്പോൾ പക്ഷേ നമ്മൾ അത് നോക്കിയപ്പോൾ നമ്മൾ ഈ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ അടിച്ചു പോയതിന് ശേഷം മാത്രമേ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യൂ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് അന്നേരം അവൈലബിലിറ്റി നോക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ അച്ചീവ്ഡ് അവൈലബിലിറ്റി വരുമ്പോൾ നമ്മൾ ഈ അടിച്ചു പോകും മുമ്പുള്ള ഒരു ഡിവൈസ് ഫെയിലിയർ ആവും മുമ്പുള്ള സർവീസിങ്ങും മെയിൻ്റനൻസും എല്ലാം കൂടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോഴാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അച്ചീവ്ഡ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ് ബൈ മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ് പ്ലസ് M⁻ ആണ് വരുന്നത്. ഈ മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ്റനൻസ് ഇടയ്ക്കുള്ള സമയം, അതായത് നമ്മൾ സാധനം ഉപയോഗിക്കുന്ന സമയം, അതാണ് നമ്മൾ ബേസിക്കലി അപ്പ് ടൈം. എക്സെപ്റ്റ് നമുക്കിപ്പം നല്ല സാധനമാണെങ്കിലും മെയിൻ്റനൻസിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൻ്റനൻസിന് കൊടുക്കാത്തപ്പോൾ ഉള്ള സമയം, അതാണ് മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ്. അത് ന്യൂമറേറ്ററിൽ വരുന്നു, ഡിവൈഡ് ബൈ അതിൻ്റെ തന്നെ ഒരെണ്ണം ഡിനോമിനേറ്ററിൽ വരുന്നു, പിന്നെ M⁻ വരുന്നു. M⁻ എന്ന് വെച്ചാൽ മീൻ ഡൗൺ ടൈം. അതെന്ന് പറഞ്ഞാൽ ഈ മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസും ഈ M⁻, ഇത് മീൻ ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുത്തിരിക്കുന്ന സമയം. അപ്പോൾ അതായി ഈ അച്ചീവ്ഡ് അവൈലബിലിറ്റി മറ്റേ നമ്മുടെ അവൈലബിലിറ്റി പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം വരുന്നത് ഇതിൽ നമ്മൾ ഈ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ MTBM അതായത് മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ് തന്നെയാണ്. അതിനുള്ള നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ലൈഫ് ബൈ ടോട്ടൽ അൺഷെഡ്യൂൾഡ് റിപ്പയർ പ്ലസ് ഷെഡ്യൂൾഡ് റിപ്പയർ എന്ന് പറയും. മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മെയിൻ്റനൻസിന് എടുക്കുന്ന ആവറേജ് സമയം. ഒരു മെയിൻ്റനൻസിനായിട്ട് പല മെയിൻ്റനൻസിന് പല സമയമായിരിക്കില്ല, അപ്പോൾ ആവറേജ് നമുക്ക് എത്ര സമയം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഡിസൈൻ ലൈഫ്, ഒരു ഡിവൈസ് മൊത്തം എത്ര സമയം ഓടുന്നത്, ഒരു 10 വർഷമായിരിക്കും ചിലപ്പോൾ, 10 വർഷം ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ അൺഷെഡ്യൂൾഡ് റിപ്പയർ പ്ലസ് ഷെഡ്യൂൾഡ് റിപ്പയർ. ഇത് എത്ര തവണ നമ്മൾ അൺഷെഡ്യൂൾഡ് റിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇത് എത്ര തവണ ഷെഡ്യൂൾഡ് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊത്തം എത്ര തവണ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ മൊത്തം അതിൻ്റെ ലൈഫ് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര തവണ റിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് എന്തായിരിക്കും, ഒരു റിപ്പയറിന് ആവറേജ് എത്ര സമയം എടുക്കുമെന്നായിരിക്കുമല്ലോ. ആവറേജ് റിപ്പയറിന് എടുക്കുന്ന സമയമല്ല, റിപ്പയറിൻ്റെ ഇടയ്ക്ക്, 2 റിപ്പയർസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 2 മെയിൻ്റനൻസിൻ്റെ ഇടയ്ക്ക് എത്ര സമയം എടുക്കുമെന്നായിരിക്കുമല്ലോ. അതാണ് ഈ മീൻ ടൈം ബിറ്റ്വീൻ മെയിൻ്റനൻസ് എന്ന് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഡിസൈൻ ലൈഫിന് TD എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ടോട്ടൽ അൺഷെഡ്യൂൾഡ് റിപ്പയർ, എത്ര തവണ നമ്മൾ അൺഷെഡ്യൂൾഡ് റിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ M വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഷെഡ്യൂൾഡ് റിപ്പയറിന് ഇവിടെ TD/TPM എന്ന് കൊടുത്തിട്ടുണ്ട്. TD നമുക്കറിയാം ഡിസൈൻ ലൈഫ്, TPM എന്ന് പറഞ്ഞാൽ പീരിയോഡിസിറ്റി ഓഫ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം ഒരു 10 വർഷം ഓടുന്ന സാധനമാണ്, നമ്മൾ 6 മാസത്തിലൊരിക്കലാണ് റിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിനിടയ്ക്ക് 6 മാസം എത്ര തവണ വരും, 20 എണ്ണം വരും. അപ്പോൾ 6 മാസമല്ല, അര വർഷം, അപ്പോൾ 10/0.5 20. അപ്പോൾ ഷെഡ്യൂൾഡ് റിപ്പയർ എത്ര തവണ ചെയ്യും, 10 വർഷത്തിനിടയ്ക്ക് 20 തവണ ചെയ്യും. അപ്പോൾ ഷെഡ്യൂൾഡ് റിപ്പയർ ഡിസൈൻ ലൈഫ് ബൈ പീരിയോഡിസിറ്റി അല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഷെഡ്യൂൾഡ് റിപ്പയറിന് നമ്മൾ TD/TPM വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, MTBM = TD/M + TD/TPM എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൽ M⁻ എന്താണ്, M⁻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു,
മീൻ ഡൗൺ ടൈമാണ് എം ബാർ. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ ടോട്ടൽ ഡൗൺ ടൈം ബൈ ടോട്ടൽ നമ്പർ ഓഫ് റിപ്പയേഴ്സ്. അതും മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താണ് എത്ര തവണ ആവറേജ് ഡൗൺ ടൈം വരും എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിൻ്റെ ജീവിതത്തിൽ ഒരു ലൈഫിൽ മൊത്തം എത്ര ഡൗൺ ടൈം ഡിവൈഡ് ബൈ എത്ര തവണ അത് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോഴും ഈ ഡൗൺ ടൈമിൻ്റെ ഒരു തവണ ഡൗൺ ആകുമ്പോൾ എത്ര സമയം കൺസ്യൂം ചെയ്യും എന്നുള്ളതിൻ്റെ ആവറേജ് കിട്ടും. അത് തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. അതൊന്ന് നമ്മൾ എലാബറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ എം ഇൻറ്റു എം ടി ടി ആർ പ്ലസ് ടി ഡി ബൈ ടി പി എം ഇൻറ്റു എം ടി പി എം ബൈ എം പ്ലസ് ടി ബൈ ടി പി എം എന്ന് കിട്ടും. ഈ എം ഇൻറ്റു എം ടി ടി ആർ, ഈ എം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? എം എന്ന് പറഞ്ഞാൽ അൺഷെഡ്യൂൾഡ് റിപ്പയർ ആണ്. നമ്പർ ഓഫ് അൺഷെഡ്യൂൾഡ് റിപ്പയർ മീൻ ടൈം ടു റിപ്പയർ എന്ന് പറഞ്ഞാൽ അൺഷെഡ്യൂൾഡ് റിപ്പയർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അടിച്ചു പോയിട്ടാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എം നമ്പർ ഓഫ് അൺഷെഡ്യൂൾഡ് റിപ്പയർ, എം ടി ടി ആർ എന്ന് വെച്ചാൽ മീൻ ടൈം ടു റിപ്പയർ. ഒരു തവണ അടിച്ചു പോകുമ്പോൾ എം ടി ടി ആർ സമയം വേണം. അങ്ങനെ എം തവണ അടിച്ചു പോകും. അപ്പോൾ ഇത് അടിച്ചു പോകുമ്പോൾ മൊത്തം എടുക്കുന്ന സമയം, എത്ര തവണ അടിച്ചു പോയിട്ടുണ്ടോ എല്ലാത്തിനും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള സമയമാണ് എം ഇൻറ്റു എം ടി ടി ആർ. ഇതെന്ന് പറഞ്ഞാൽ ടി ഡി ബൈ ടി പി എം നമുക്ക് എന്താണ്? നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് ബൈ റിപ്പയേഴ്സ്, നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് റിപ്പയേഴ്സ് ആണെന്ന് അറിയാം, ഇവിടെ നിന്നറിയാം. അപ്പോൾ ടി ഡി ബൈ ടി പി എം നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് റിപ്പയേഴ്സ് ആണ്. ഇത് എം ടി പി എം മീൻ ടൈം ഫോർ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ ഇത് ഷെഡ്യൂൾഡ് എന്ന് വെച്ചാൽ പ്രിവെൻറ്റീവ്. അപ്പോൾ ഇത് ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിന് ഇത്ര സമയം എടുക്കുന്നു. ഇത് എത്ര തവണ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനും കൂടെ എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. എല്ലാ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനും കൂടെ എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് മൊത്തം എത്ര തവണ അൺഷെഡ്യൂൾഡിന് എടുത്ത സമയം, ഇത് എത്ര തവണ ഷെഡ്യൂളിന് എടുത്ത സമയം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൊത്തം എല്ലാം കൂടെ നമ്മൾ എത്ര തവണ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കിട്ടും. അതിൻ്റെ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺഷെഡ്യൂൾഡ് റിപ്പയർ, ഇത് നമ്പർ ഓഫ് ഷെഡ്യൂൾഡ് റിപ്പയർ. അപ്പോൾ മൊത്തം നമ്പർ ഓഫ് റിപ്പയർ, ഇത് മൊത്തം റിപ്പയറിന് എടുത്ത സമയം, ഇത് മൊത്തം എത്ര റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എം ബാർ കിട്ടും. അതായത് ഒരു തവണ ഡാമേജ് ആയ എത്ര സമയം വെച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മീൻ ഡൗൺ ടൈം. അതുപോലെ വേറൊരു ടേം ഉള്ളത് എന്താണ്? ഓപ്പറേഷണൽ അവൈലബിലിറ്റി. അത് എം ടി ബി എം ബൈ എം ടി ബി എം പ്ലസ് എം പ്ലസ് എന്നാണ് പറയുന്നത്. ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഏതാണ്ട് സെയിമാണ്. കൂടെ വ്യത്യാസം വരുന്നത് ഇവിടെ ഒരു എം ബാറാണ് വരുന്നത്, ഇവിടെ എം പ്ലസ് ആണ് വരുന്നത്. ഇതിൻ്റെ പുറകിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ എം ബാറും എം പ്ലസും ഇത് നമുക്കറിയാം ഷെഡ്യൂൾഡിനാണ്. എം ടി ബി എം വരുന്നത് നമുക്ക് എം ബാറും എം പ്ലസും തമ്മിലാണ് വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടായാൽ നമുക്ക് റിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിലേ വരും. ചിലപ്പോൾ സ്പെയർ പാർട്സ് കിട്ടാനുള്ള ഡിലേ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മെക്കാനിക് അൺഅവൈലബിൾ ആയിരിക്കും, അങ്ങനത്തെ ഡിലേ ആയിരിക്കും. അങ്ങനത്തെ ഡിലേ എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പറയുന്നതാണ് നമ്മൾ എം പ്ലസ്. അതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അവൈലബിലിറ്റിയുടെ പേരാണ് ഓപ്പറേഷണൽ അവൈലബിലിറ്റി വരുന്നത്.